മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണി ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് മറികടന്നതാണെന്നും ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി നിരീക്ഷിച്ചു. സ്ഥലപരിശോധന നടത്തിയല്ല കോടതിയുടെ നിരീക്ഷണമെന്നായിരുന്നു ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നതുൾപ്പെടെ ആവശ്യപ്പെട്ട് കോതമംഗലം സ്വദേശി ജോർജ് ജോസഫ് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്നത് ആശങ്ക മാത്രമാണെന്ന് സുപ്രീം കോടതി. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് മറികടന്നതാണെന്നും സുപ്രീം കോടതിയുടെ വാക്കാൽ പരാമർശം. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കൂടുതൽ വാദങ്ങളിലേക്ക് കടന്നില്ല. ജോസഫിന്റെ ഹർജിയും ആ ബെഞ്ചിന് മുൻപിലേക്ക് മാറ്റാൻ ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. കോടതി നിരീക്ഷണം തെറ്റെന്നായിരുന്നു ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഈ കമന്റ് ഒന്നും അവരൊന്നും അവിടെ പോയി സ്ഥലപരിശോധന നടത്തി പറഞ്ഞിട്ടുള്ളതും അല്ലല്ലോ, വെറുതെ പറഞ്ഞതായിരിക്കും. അതിനകത്ത് ആ ഒരു ഗൗരവമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ തന്നെ നടത്തുന്നതായിട്ടുള്ള പല കമന്റുകളും പല നിരീക്ഷണങ്ങളും ഒന്നും ശരിയല്ല. നേരത്തെ ഈ ഹർജിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ തൃപ്തികരമെന്ന കേന്ദ്ര ജല കമ്മീഷനും സുപ്രീം കോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും റിപ്പോർട്ട് നൽകിയിരുന്നു. 24 ഡൽഹി.